നമസ്കാരം. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഇലക്ഷൻ ന്യൂസ് 2014 ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ആം ആദ്മി തരംഗം അവസാനിച്ചെന്ന് ഷീല ദീക്ഷിത്. ത്രികോണ മത്സരത്തിൽ ദില്ലിയിൽ കോൺഗ്രസിന് മുഴുവൻ സീറ്റും നിലനിർത്താനാകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും മുൻ മുഖ്യമന്ത്രി. ഇലക്ഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. സിറ്റിംഗ് എംപിമാർക്ക് കെപിസിസി പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്. സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കേണ്ട. ഗ്രൂപ്പ് വേണ്ടെന്ന സോണിയയുടെ നിലപാടിനെ ആരും ചോദ്യം ചെയ്യേണ്ടെന്നും VM സുധീരൻ. തൃശൂർ സീറ്റിനായി കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് മുറുകുന്നു. PC ചാക്കോയ്ക്കെതിരെ പരസ്യ നിലപാടുമായി ഐ ഗ്രൂപ്പ്. തൃശൂരുകാരനായ ഐ ഗ്രൂപ്പ് സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന് നേതാക്കൾ. കേരളത്തിൽ 18 സീറ്റിൽ മത്സരിക്കാൻ ആം ആദ്മി. തൃശൂരിൽ സാറ ജോസഫും എറണാകുളത്ത് അഡ്വക്കേറ്റ് DB ബിനുവും പരിഗണനയിൽ. ഇലക്ഷൻ ന്യൂസ് സ്പെഷ്യൽ. മറുനാട്ടുകാരനെ 7 വട്ടം ലോക്സഭയിലേക്ക് അയച്ച പൊന്നാനി. GM ബനാത്വാലയുടെ മത്സരകഥയുമായി ഇലക്ഷൻ ന്യൂസ് ആർക്കൈവ്സ്. ആദ്യം ഇലക്ഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. ഇന്ന് ദില്ലി മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിതാണ് ഇലക്ഷൻ ന്യൂസ് എക്സ്ക്ലൂസീവിൽ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ദില്ലി മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്. രാഷ്ട്രീയ പ്രവർത്തനം തുടരും. ആം ആദ്മി പാർട്ടി തരംഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കില്ലെന്നും കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുമെന്നും ഷീല ദീക്ഷിത് അഭിപ്രായപ്പെട്ടു. ദില്ലിയിൽ ഞങ്ങളുടെ പ്രതിനിധി അനൂപ് ബാലചന്ദ്രൻ ഷീല ദീക്ഷിതുമായി നടത്തിയ അഭിമുഖത്തിലേക്ക്. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് ശേഷം കോൺഗ്രസിന്റെ ഈ മുൻ മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് അധികം മുഖം കൊടുത്തിട്ടില്ല. എന്നാൽ തന്റെ ഭാവി പ്രവർത്തനങ്ങളെപ്പറ്റിയും കോൺഗ്രസിന്റെ പ്രതീക്ഷകളെപ്പറ്റിയും ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കാൻ ഷീല ദീക്ഷിത് തയ്യാറായിരിക്കുകയാണ്. ഷീല ദീക്ഷിതിനോട് ഭാവി പരിപാടികളെപ്പറ്റി ചോദിച്ചറിയാം. മാം, what is your future plan? You'll contest in the next Lok Sabha election? No, certainly not. What my future plans are, I'm working on them. I haven't finalized them, but certainly I will not contest in election. Are you sure that the Congress will make a huge comeback by maintaining the whole 7 seats in the coming elections? Well, I hope so. We won 6 seats the time before last time we won 7 seats. So this time, of course, it's a 3-cornered contest. So I hope we will be able to win not all of them, but certainly it's difficult to predict in what the number will be, but they're working hard. All the sitting MPs are working hard. So let's see what happens. Do you think, like the last assembly election, AAP will make a wave in the next Lok Sabha election? No, I don't think so. I think AAP has been exposed to a very large extent, that they're all verbosity and no work. And even their words are misleading. Their promises are misleading. So I don't know. I don't think so. ഒരു തെരഞ്ഞെടുപ്പ് പരാജയം കൊണ്ടൊന്നും തന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നില്ല എന്ന സൂചനയാണ് ഷീല ദീക്ഷിത് ഏഷ്യാനെറ്റ് ന്യൂസിനോടും പ്രേക്ഷകർക്കും നൽകുന്നത്. ദില്ലിയിൽ ഷീല ദീക്ഷിതിന്റെ വസതിയിൽ നിന്നും ക്യാമറാമാൻ പ്രവീൺ കണ്ണൂരിനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. സോണിയാഗാന്ധിയുടെ തീരുമാനത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ചോദ്യം ചെയ്യുന്നത് ശരിയല്ലെന്ന് VM സുധീരൻ. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് നേതാക്കൾ പരസ്യ പ്രസ്താവന നടത്തരുതെന്ന് കൊല്ലത്ത് ചേർന്ന പാർട്ടി സർക്കാർ ഏകോപന സമിതി യോഗത്തിന് ശേഷം KPCC പ്രസിഡന്റ് പറഞ്ഞു. സോണിയാഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ K സുധാകരൻ MP നടത്തിയ പ്രതികരണം ശരിയല്ലെന്ന് യോഗത്തിൽ വിമർശനമുയർന്നു. ആറന്മുളയടക്കമുള്ള ജനകീയ വിഷയങ്ങൾ സർക്കാർ രമ്യമായി പരിഹരിക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രതികരണമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ അതേ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അദ്ദേഹവുമായി ഇന്ന് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് പറ്റിയില്ല. കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ശ്രീ സതീശൻ ഇന്നലെ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം ആ തരത്തിലുള്ള ഒരു അർത്ഥം അതിന് കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ചില പ്രതികരണങ്ങൾ വന്നു. ഒരു കാരണവശാലും ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു, ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഈ നേതൃയോഗത്തിൻ്റെ വിലയിരുത്തൽ. ജനാധിപത്യ രീതിയിൽ KPCC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതാണ് അഭികാമ്യമെന്ന് K സുധാകരൻ MP. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ താൻ മത്സരരംഗത്തുണ്ടാകുമെന്നും K സുധാകരൻ പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി ജിമ്മി ജെയിംസിന് നൽകിയ അഭിമുഖത്തിലാണ് സുധാകരൻ മനസ്സ് തുറന്നത്. ഏത് നോമിനേഷനും താൽക്കാലികമാണ്. ശാശ്വതം എന്ന് പറയുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതിനുള്ള ഒരു വഴിത്താര സൃഷ്ടിക്കാൻ
പ്രിയങ്കരനായ VM സുധീരൻ അതിന് മുൻകൈയെടുക്കും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. പക്ഷെ അപ്പോഴും ഏതെങ്കിലും ഒരു ഫോറത്തിൽ താങ്കളുടെ പേര് ഉന്നയിക്കപ്പെട്ടില്ല, ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് ഒരു സ്വകാര്യ ദുഃഖമെങ്കിലുമാണോ? ഞാൻ KPC പ്രസിഡന്റ് ആകാൻ അർഹതയുള്ള ആളാണ് എന്ന് തീരുമാനിക്കേണ്ടത് ആത്യന്തികമായി പാർട്ടി പ്രവർത്തകരാണ്. പക്ഷേ പാർട്ടി പ്രവർത്തകരെ കോർട്ടിൻ്റെ അകത്ത് ബോൾ വന്നിട്ടില്ല ഗോൾ അടിക്കാൻ. അവരെ കോർട്ടിലേക്ക് എപ്പോഴാണോ ബോൾ വരുന്നത് അപ്പം അത് ആലോചിക്കാം. ഇപ്പം നേതാക്കന്മാർക്ക് തോന്നിയിട്ടില്ല സുധാകരൻ ഒരു KPC പ്രസിഡന്റ് ആവാൻ മെച്ചൂരിറ്റി ഉണ്ട്, ഞാനൊരു എടുത്തുചാട്ടക്കാരനാണ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ പ്രവർത്തകർക്ക് ഗോളടിക്കാൻ ഒരു അവസരം ഉണ്ടായാൽ, പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് വന്നാൽ KPCC പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ശ്രീ സുധാകരൻ ഉണ്ടാകും. അങ്ങനെ ഒരു രംഗം വന്നാൽ ഞാൻ ആ കളത്തിൽ ഉണ്ടാകും എന്ന് വേണമെങ്കിൽ ഇപ്പോഴേ പറയാം. സുധാകരനുമായുള്ള ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 10 മണിക്ക് പോയിന്റ് ബ്ലാങ്കിൽ കാണാം. കോൺഗ്രസിൽ ഗ്രൂപ്പില്ലെന്ന സോണിയാഗാന്ധിയുടെ പ്രഖ്യാപനത്തിന് ശേഷവും തൃശൂരിൽ ഗ്രൂപ്പ് പോര് മുറുകുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ PC ചാക്കോയ്ക്ക് സീറ്റ് നൽകുന്നതിനെതിരെ I ഗ്രൂപ്പുകാർ പരസ്യമായി രംഗത്തെത്തി കഴിഞ്ഞു. തൃശൂരുകാരനായ സ്ഥാനാർത്ഥിയിലൂടെ സീറ്റ് I ഗ്രൂപ്പിന് കിട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം. DCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയ AI പോര് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തൃശൂരിൽ ചൂടുപിടിച്ചിരിക്കുന്നു. DCC മീറ്റിംഗുകളിൽ പോലും AI തർക്കം രൂക്ഷമാണ്. PC ചാക്കോ തൃശൂരിൽ മത്സരിക്കുന്നതിനെതിരെ I ഗ്രൂപ്പ് പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. തൃശൂരുകാരനല്ലാത്ത ചാക്കോയെ മത്സരിപ്പിച്ചാൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് KPCC ജനറൽ സെക്രട്ടറി V ബൽറാം വ്യക്തമാക്കി. പാർലമെന്റ് നിയോജകമണ്ഡലം 7 അസംബ്ലി നിയോജകമണ്ഡലമുള്ള ഒരു മണ്ഡലം. അപ്പോൾ ഈ മണ്ഡലത്തിൽ ഈ 7 അസംബ്ലി നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ആവുന്നതാണ് കൂടുതൽ നല്ലത്. കോൺഗ്രസിൻ്റെ മനസ്സല്ല, പൊതുജനങ്ങളുടെ മനസ്സ് പൊതുവെ ഈ നിയോജക മണ്ഡലമായിട്ട് MP കൂടുതൽ ആഭിമുഖ്യം കാണിച്ചിട്ടില്ല, ഇവിടെ വേണ്ട സമയത്ത് വരികയോ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള പരാതി വ്യാപകമായിട്ട് കേൾക്കുന്നുണ്ട്. A ഗ്രൂപ്പ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ പിന്തുണയ്ക്കില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് I ഗ്രൂപ്പിന്റെ നിലപാടുകൾ. സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നോടിയായി തൃശൂരിലെ പ്രശ്നങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നും നേതാക്കൾ പറയുന്നു. MP എന്ന നിലയിൽ PC ചാക്കോയെ കൊണ്ട് മണ്ഡലത്തിന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ലെന്നും I ഗ്രൂപ്പുകാർ പറയുന്നു. നേട്ടങ്ങളായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്താണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കും. ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ആരെയും അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായി മണ്ഡലത്തിൽ ഗ്രൂപ്പ് യുദ്ധം രൂക്ഷമാകുന്നതിന്റെ ലക്ഷണങ്ങളാണുള്ളത്. ഏഷ്യനെറ്റ് ന്യൂസ്, തൃശൂർ. ഇനി ഇലക്ഷൻ ന്യൂസ് സ്പെഷ്യൽ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കേരളത്തിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കും. 15 മുതൽ 18 വരെ സീറ്റുകളിൽ മത്സരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാൾ സർക്കാർ രാജിവെച്ചതിനെ തുടർന്നുണ്ടായ അനുകൂല സാഹചര്യത്തെ തുടർന്നാണ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. സംസ്ഥാനത്ത് നേരത്തെ 5 സീറ്റുകളിലാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ജനലോക്പാൽ ബിൽ പാസാക്കാനാവാത്തതിനെ തുടർന്ന് ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാൾ സർക്കാർ രാജിവെച്ചതും തുടർന്ന് പാർട്ടിക്ക് ലഭിച്ച ജനപിന്തുണ സംസ്ഥാനത്ത് വോട്ടാക്കി മാറ്റാനുമാണ് ആം ആദ്മി പാർട്ടി കേരള ഘടകത്തിന്റെ തീരുമാനം. 17-18 മണ്ഡലങ്ങളിൽ ചിലപ്പം മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ വ്യത്യസ്തമായ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും. കാര്യം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ശ്രീ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കലും അവിടെ ഡൽഹി സർക്കാർ റിസൈൻ ചെയ്തപ്പം അത് കഴിഞ്ഞ് അതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെയധികം ഒരു വോളണ്ടിയേഴ്സിന്റെ സൈഡിൽ നിന്ന് തന്നെ ഒരു പ്രഷർ വന്നിട്ടുണ്ട്. വടക്കൻ കേരളത്തിലെ ചില സീറ്റുകൾ ഒഴിവാക്കി മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലെയും സീറ്റുകളാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. അരവിന്ദ് കെജ്രിവാൾ, യോഗേന്ദ്ര യാദവ്, മനീഷ് സിസോദിയ തുടങ്ങിയ ദേശീയ നേതാക്കളും സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പാർട്ടിക്ക് വേണ്ടി സംസ്ഥാനത്ത് പ്രചരണത്തിനിറങ്ങും. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള 5 അംഗ സ്ക്രീനിംഗ് കമ്മിറ്റിയെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുത്തിരുന്നു. തൃശൂരിൽ എഴുത്തുകാരി സാറ ജോസഫ്, എറണാകുളത്ത് വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DV ബിനു, തിരുവനന്തപുരത്ത് അഭിഭാഷകനായ അജിത് ജോയ് എന്നിവർ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുമെന്നാണ് സൂചന. RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കേന്ദ്ര ബജറ്റ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളെ മറന്നു. ആം ആദ്മിയിൽ വോട്ടർമാരുടെ പ്രതികരണങ്ങൾ തേടുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു. കേന്ദ്ര ബജറ്റ് ജനങ്ങളുടെ പ്രതീക്ഷ കാത്തോ? കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയോ? എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. റെയിൽവേ ബഡ്ജറ്റാണെങ്കിലും നമ്മൾ ചുമ്മാ തടഞ്ഞിരിക്കല്ലേ, ഒന്നും ചെയ്തിട്ടില്ല. ബഡ്ജറ്റിൽ അവരെ കൊണ്ടാകുന്ന ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ വിഴിഞ്ഞത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടായിരുന്നു. ഒരു പ്രൊവിഷനും കൊടുത്തിട്ടില്ല. കേരളത്തിൽ നിന്ന് പോകുന്നവരുടെ ഒന്നും വലിയ കാര്യമൊന്നുമില്ല. അത് പണ്ട് തൊട്ടേ ഉള്ള ഇപ്പോൾ AK ആന്റണി സാഹിബിന് ഏണ്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അത് പാർട്ടി തലത്തിൽ വല്ലൊക്കെ ചെയ്യും. അവർക്കെല്ലാം പെൻഷൻ ഏതാണ്ടൊക്കെ ശരിയാക്കി കൊടുത്തു. അവരുടെ കാര്യം, പുള്ളിയുടെ കാര്യം സാധിച്ചു. അത് എല്ലാം ഒരുമിച്ച് തന്നൊന്നും വരില്ലല്ലോ. അപ്പോൾ അടുത്ത ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കാം നമുക്ക്. ഇപ്പോൾ ഒരു ഇടക്കാല ബഡ്ജറ്റ് മാത്രമല്ലേ, 4 മാസത്തേക്കുള്ള ബഡ്ജറ്റല്ലേ. അപ്പോൾ പുതിയ ബഡ്ജറ്റ് വരുമ്പോൾ ഇതെല്ലാം ഉള്ള പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെ ഇന്ത്യ മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾ നോക്കിയിരിക്കുന്നതാണ് വിഴിഞ്ഞം പദ്ധതി.
അപ്പോൾ പിന്നെ എന്തായാലും കിട്ടുമെന്നുള്ള ഉറപ്പാണ്. ഇപ്പം കോൺഗ്രസ് ആണല്ലോ അധികാരത്തിൽ, ഇവിടെയും കേന്ദ്രത്തിലാണ്. അപ്പോൾ കോൺഗ്രസ് ആണ് അധികാരത്തിലായതുകൊണ്ട് ഇനി മിക്കവാറുമല്ല 99.4% കോൺഗ്രസ് അധികാരത്തിൽ വരാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കുറച്ചൊക്കെ മെച്ചമുള്ളതാണ്. എന്നുവെച്ചാൽ ഈ കാറുകൾക്കൊക്കെ വില കുറച്ചപ്പോൾ സാധാരണ നാനോ കാറൊക്കെ വാങ്ങിക്കുന്നവർക്കൊരു ഇത്ര പെർസെൻറ്റേജ് കുറവ് വരികയാണല്ലോ ടാക്സിലൊക്കെ. അതിപ്പോൾ റെയിൽവേ ബജറ്റായാലും ശരി, മറ്റേ പൊതു ബജറ്റായാലും ശരി, എപ്പോഴും അവഗണിക്കപ്പെടുന്നത് കേരളമാണ്. എന്തുകൊണ്ടെന്നറിയില്ല, ഡൽഹിയിൽ നിന്ന് ഇത്രയും ദൂരം കിടക്കുക കാരണം ഉണ്ടാവാം ഒരു പക്ഷേ നമ്മളെപ്പോഴും അവഗണിക്കപ്പെടുക. എന്നും നമ്മൾ മണ്ണിൻ്റെ വാദം പറയാതെ, മണ്ണിൻ്റെ മക്കൾ വാദം നമ്മൾ പറയാതെ, ഒരു കേരള കോൺഗ്രസോ മറ്റോ ഒന്നോ രണ്ടോ ചെറിയ പാർട്ടികളുണ്ട്. പക്ഷേ പൊതുവായിട്ട് കാലങ്ങളോളമായി നമ്മൾ ദേശീയ പാർട്ടികളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് തിരിച്ചു കിട്ടുന്നതോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടും നമുക്ക് തിരിച്ചു കിട്ടുന്നത് 0. കൊച്ചി മെട്രോയ്ക്ക് പണം അനുവദിച്ചതിൽ വോട്ടർമാർ സന്തുഷ്ടരാണ്. എങ്കിലും കേരളത്തിന്റെ പ്രതീക്ഷ പൂർണ്ണമായും കാക്കാൻ ഈ ബജറ്റിനും കഴിഞ്ഞില്ലെന്നതാണ് പൊതു അഭിപ്രായം. ക്യാമറമാൻ അരവിന്ദ് ചന്ദ്രനോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു, ഏഷ്യാനെറ്റ്. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇടുക്കി സീറ്റിനെ ചൊല്ലി തർക്കമൊഴിയാതെ UDF. PT തോമസിനെ സ്ഥാനാർത്ഥിയാക്കി ഇടുക്കി സീറ്റ് കോൺഗ്രസ് നിലനിർത്തണമെന്ന പ്രമേയവുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി. എന്നാൽ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ചെങ്കിലും ഇടുക്കിയിൽ PT തോമസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയാതെ നിൽക്കുകയാണ് DCC. അതിനിടെ ഇടുക്കി വേണമെന്ന് പാർട്ടി ചെയർമാൻ നേരത്തെ തന്നെ പറഞ്ഞുകഴിഞ്ഞെന്ന് തുറന്നടിച്ച് PJ ജോസഫും മുന്നണിയിൽ സീറ്റ് പോര് സജീവമാക്കി. ഇടുക്കിയിൽ കാലാകാലമായി കോൺഗ്രസ് നേടുന്ന ജയം തുടരണമെങ്കിൽ സ്ഥാനാർത്ഥി PT തോമസ് തന്നെയാകണം. ഇതാണ് തൊടുപുഴയിൽ ചേർന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പാസാക്കിയ പ്രമേയത്തിന്റെ ചുരുക്കം. പിൻവാതിലിലൂടെ UDFലെത്തിയ കേരള കോൺഗ്രസിന് സീറ്റു നൽകിയാൽ ഫലം വിപരീതമാകുമെന്ന യൂത്ത് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ് പ്രമേയത്തിൽ കാണാം. സ്ഥാനാർത്ഥി താൻ തന്നെയെന്ന് പ്രഖ്യാപിച്ച് PT തോമസ് നേരത്തെ കളത്തിലിറങ്ങിയെങ്കിലും DCCയിൽ നിന്ന് തോമസിനെ പിന്തുണച്ച് പരാമർശമില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ ഇടുക്കിയിൽ മത്സരിക്കണമെന്ന് പറയുന്ന DCC പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരാകണമെന്ന് മൗനം പാലിക്കുന്നു. കഴിഞ്ഞയാഴ്ച തൊടുപുഴയിൽ ചേർന്ന ഗ്രൂപ്പ് രഹസ്യയോഗം തോമസിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പരസ്യ പ്രതികരണത്തിലേക്ക് നീങ്ങാൻ നിലപാടെടുത്തതായാണ് സൂചന. ഇടുക്കി സീറ്റിലെ അവകാശവാദത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ കേരള കോൺഗ്രസ് എമ്മും തയ്യാറല്ലെന്നാണ് കൊച്ചിയിൽ PJ ജോസഫ് നടത്തിയ പ്രതികരണത്തിലും കണ്ടത്. പാർട്ടി ഒരു തീരുമാനമെടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീറ്റ് വേണമെന്ന് അല്ല, ആ കാര്യം ആവശ്യം ഉന്നയിച്ച പാർട്ടി ചെയർമാൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയിൽ കേരള കോൺഗ്രസ് മത്സരിച്ചാൽ ജയസാധ്യത അല്ല, അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. UDFന്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ജയസാധ്യതയുണ്ട്. ഇടുക്കി സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം വെള്ളിയാഴ്ച പ്രമേയം പാസാക്കിയിരുന്നു. ഇടുക്കിയിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിൽക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. അതേസമയം ഇടുക്കി കൊടുക്കേണ്ടി വന്നാൽ കോട്ടയം തിരിച്ചു ചോദിക്കുമെന്ന നിലപാടിലേക്ക് കോൺഗ്രസും എത്തിക്കഴിഞ്ഞെന്നാണ് കോട്ടയം DCC നൽകുന്ന സൂചന. ഇലക്ഷൻ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. സംസ്ഥാനത്തെ BJP നേതൃത്വത്തിന് RSSന്റെ താക്കീത്. വിഭാഗീയ പ്രവർത്തനങ്ങൾ നിർത്തണമെന്നും പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കണമെന്നുമാണ് ആവശ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൊച്ചിയിൽ യോഗം ചേർന്നത്. തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായിരുന്നു BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും സംയുക്ത യോഗം. സംസ്ഥാനത്തെ BJP നേതൃത്വത്തിലെ പടലപ്പിണക്കങ്ങളും വിഭാഗീയതയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് RSS ആവശ്യപ്പെട്ടു. നേതാക്കൾ പരസ്യ പ്രസ്താവന നിർത്തണം, അല്ലാത്തവരെ പാർട്ടി നിലയ്ക്ക് നിർത്തണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥികൾക്കൊപ്പം പൊതുസമ്മതരെയും പരിഗണിക്കണം. സംഘത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ അംഗീകാരം മാത്രമല്ല, ഒരു പൊതു അംഗീകാരം കൂടിയുള്ള ആളുകളായിരിക്കണം. അത്തരത്തിലുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമികമായ ചർച്ചകൾ, അത് ഇന്ന ആള് എന്നുള്ളതല്ല, ബാക്കി കാര്യങ്ങളെല്ലാം നിശ്ചയിക്കേണ്ടത് പാർട്ടി തന്നെയാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ RSS സജീവമായി പങ്കെടുക്കും. സ്ഥാനാർത്ഥികളെ അന്തിമമായി നിർണ്ണയിക്കുക BJP ആണെങ്കിലും RSS നിലപാടറിയിക്കും. പ്രചാരണത്തിന്റെ ഭാഗമായി വീടുകൾ തോറും യോഗങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനമായി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും കാണാം. സന്ദർശിക്കുക www.asianetnews.tv/ജനവിധി 2014. യുവ വോട്ടർമാരുടെ അഭിപ്രായം തേടിയുള്ള ചോദ്യങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും കാണാം.